റിഫൈനറി ആക്രമണം, സൗദിക്കെതിരെ ഹൂതികളുടെ പുതിയ നീക്കം. ജസാനിലെ സൗദി അരാംകോ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതി ഗ്രൂപ്പ് ഏറ്റെടുത്തു. ഡ്രോൺ ഉപയോഗിച്ച് സൈറ്റിനെ ലക്ഷ്യമാക്കി കൃത്യമായ ആക്രമണം നടത്തിയതായിട്ടാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി ടെലഗ്രാമിലെ ഒരു പ്രസ്താവനയിൽ ഈ അവകാശവാദം ഉന്നയിച്ചു. അതിൽ ജസാനിലെ അരാംകോ റിഫൈനറിയെ ഡ്രോൺ ഉപയോഗിച്ച് വിജയകരമായി ലക്ഷ്യം വെച്ചതായും കൃത്യമായ ആക്രമണം നേടിയതായും അദ്ദേഹം പറഞ്ഞു. സൗദി ശത്രുവിന്റെ ഡ്രോൺ വിമാനങ്ങൾ സാദാ ഹജ്ജ ഗവർണറേറ്ററുകളുടെ വ്യോമാതിർത്തിയിലേക്ക് നടത്തിയ കടന്നുകയറ്റത്തിനുള്ള മറുപടിയായാണ് ഈ ആക്രമണം. ജസാനിലെ സൗദി അരാംകോ റിഫൈനറിയുടെ ഒരു സൗകര്യത്തിൽ പുലർച്ചെ തീപിടുത്തമുണ്ടായതായി സൗദി അറേബ്യയുടെ ഊർജ്ജ മന്ത്രാലയം പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹൂതികളുടെ അവകാശവാദം. അരാംകോയുമായി ബന്ധപ്പെട്ട വ്യാവസായിക സുരക്ഷാ അഗ്നിശമന സംഘങ്ങൾ തീയണച്ചതായും ആർക്കും പരിക്കില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ചെങ്കടലിൽ യമൻ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ജസാൻ സൗദി അരാംകോയുടെ സംയോജിത ശുദ്ധീകരണശാലയും പെട്രോ കെമിക്കൽ സമുച്ചയവും സ്ഥിതി ചെയ്യുന്നതിനാൽ രാജ്യത്തിന്റെ ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഈ പ്രദേശം തന്ത്രപരമായി പ്രധാനമാണ്. ജൂലൈ അവസാനം ടെലഗ്രാമിൽ ഹൂതികൾ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് പുതിയ പ്രസ്താവന. അരാംകോയുമായി ബന്ധപ്പെട്ട് ജാസാനിലും യാൻബുവിലുമുള്ള സൗകര്യങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ നേരത്തെ പറഞ്ഞിരുന്നു. സൗദി അറേബ്യയിലെ ജുബൈൽ മേഖലയിലെ ഒരു ഗ്യാസ് പ്ലാന്റിന് നേരെ ഉണ്ടായ ആക്രമണവുമായി യോജിച്ചാണ് ജസാൻ പ്ലാന്റിന് നേരെയുള്ള ആക്രമണം നടന്നതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമൻ ഹൂതി ഗ്രൂപ്പാണ് ആക്രമണത്തിന് കാരണമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ആരോപിച്ചു. ഇസ്രായേലിന്റെ കിഴക്കൻ മേഖലയിലെ ഒരു വ്യാവസായിക കേന്ദ്രത്തിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് സൗദി അരാംകോയുടെ അൽ ജുബൈലിലെ ഗ്യാസ് പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് ഇസ്രായേലിന്റെ ചാനൽ 40 റിപ്പോർട്ട് ചെയ്തു. സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജുബൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി വിപുലമായ പെട്രോ കെമിക്കൽ ശുദ്ധീകരണ വാതക സംബന്ധിയായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള രാജ്യത്തിന്റെ പ്രധാന വ്യാവസായിക ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചെങ്കടൽ മേഖലയിൽ ഹൂതികളുടെ പ്രവർത്തനം പുനരാരംഭിക്കുകയും സൗദി ഊർജ്ജ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പുതിയ സംഭവങ്ങൾ. വടക്കൻ യമന്റെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുകയും ഇറാനുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഹൂതികൾ കഴിഞ്ഞ മാസം ചെങ്കടലിൽ പ്രത്യേകിച്ചും ബാബൽ മന്ദബ് കടലിടുക്കിൽ റിയാദിനെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. യമനെ സൗദി ഉപരോധിച്ചതായി ചൂണ്ടിക്കാട്ടി റിയാദ് ഈ അവകാശവാദം നിരസിച്ചിരുന്നു. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി എന്നിവ മക്ക സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം സൗദിയിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം രാജ്യത്തിനെതിരായ ആദ്യത്തെ വലിയ ആക്രമണമാണ്. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച ഈ കരാർ 3 രാജ്യങ്ങൾക്കിടയിലുള്ള പ്രതിരോധ സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അവരുടെ കൂട്ടായ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.